സുധാ ആരുടെ ഗുരു സിനിമയിലെ മധുബാലന്റെ ഭാര്യ എന്റെ ഏട്ടാ ഈ വെള്ളരിക്ക് കണ്ണിൽ വെക്കുകയാണെങ്കിൽ നല്ല തിളക്കം കിട്ടും കണ്ണിന്. ഇതൊക്കെ യൂട്യൂബിലുള്ളതല്ലേ, കണ്ടിട്ടില്ല? തക്കാളി മേടിച്ചായിരുന്നോ? ആ തക്കാളി കട്ട് ചെയ്തിട്ടെ അതില് പഞ്ചസാര ഇട്ട് നല്ല പോലെ മുഖത്ത് മസാജ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ അല്ല കവിളൊക്കെ നല്ല തക്കാളി പോലെ തുടുതുടാന്നാവും. കവിള് നല്ല തക്കാളിയൊക്കെ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പിന്നെ വേണ്ടെന്ന് വെച്ചതാ. പോങ്ങോട്ടെ. മുട്ട മേടിച്ചായിരുന്നോ? അതിന്റെ വെള്ളയുണ്ടല്ലോ അതെടുത്ത് നല്ല പോലെ മസാജ് ചെയ്ത് മുഖത്ത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പോങ്ങോട്ടെ. എന്തിനുണ്ടാവരുത്. അത് മാത്രല്ല ഈ കാപ്പിപ്പൊടിയിലെ കാപ്പിപ്പൊടി നല്ല പോലെ ഒരു മാസത്തേക്ക് വഴിക്കുന്ന പച്ചക്കറിയും പലവ്യഞ്ജനം നീ ഒരാഴ്ച കൊണ്ട് നടന്നിരിക്കുന്നത് എന്തിനാണ്? ഞാൻ വെളുക്കാൻ തേക്കുന്നേട്ടാ. നീ കുടുംബത്ത് വന്നേറിയപ്പോ വെളുത്തു തുടങ്ങിയതാ. ഇനി ഇതൂടെ വാങ്ങി തന്നെ വെളുപ്പിക്കരുത് നീ. അല്ലല്ല ഇങ്ങനെ തന്നെയാ. പ്രേമിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നെ വിളിച്ചിരുന്നത്. തേനേ പാലേ ചക്കരേ പഞ്ചാരേ എന്നൊക്കെയല്ലേ. അത് കുട്ടിക്കാലത്തെ നമ്മൾ മുട്ടായി തിന്നുമ്പോഴേ ഭാവിയിൽ പുഴുപ്പല്ലൊരു അറിയുന്നില്ലല്ലോ. ഞാൻ വച്ചിട്ടുണ്ട്, ഞാൻ കണക്കാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അടുത്ത ആഴ്ച നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വരുമ്പോഴത്തേക്ക് നല്ല നാടൻ കോഴി വെട്ടി 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 നല്ല കറിയാക്കി തരണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ വെട്ടി കറിയാക്കി തരുന്നു. എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ട. കോഴിക്കറി വേണ്ടേ? ഞാൻ ചെയ്ത പാവത്തിന് ആ പാവം കോഴി എന്ത് വിളിച്ചടി? ഇനിയിപ്പോ അഥവാ നിനക്ക് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ പത്രത്തിൽ ഫോട്ടോ ഇടണം. അത് നല്ല ഐഡിയ. പക്ഷെ എന്റെ ഫുൾ സൈസ് ഫോട്ടോ ഇടണം. ഇത്രയും കൊല്ലം നിന്റെ കൂടെ ജീവിച്ചിട്ട് എനിക്കൊരു അംഗഭംഗവും വന്നില്ല, നാട്ടുകാർ അറിയട്ടെ. എന്താ വീണതോടെ? എന്താണ്? അയ്യോ 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 ആ കസേര അയ്യോ മനസ്സിലായില്ലേ? ഈ വേഷമൊക്കെ കണ്ടിട്ട് മനസ്സിലായില്ലേ? സൂപ്പർമാൻ. ഈ ആപത്തിലൊക്കെ ഓരോരുത്തരെയൊക്കെ രക്ഷിക്കുന്ന ഞങ്ങളെ പോലത്തുള്ള സൂപ്പർ ഹീറോസ് ഒക്കെ അല്ലേ? ശരിക്കും സൂപ്പർമാൻ ആണോ? അയ്യോ ഞാൻ ശരിക്കും സൂപ്പർമാനാണ്. അയ്യോ ശരിക്കും സൂപ്പർമാനാണ്. ശരിക്കും സൂപ്പർമാനാണ്. അതെ ഞാനിങ്ങനെ പറന്നു പോകുന്ന വഴിക്ക് ഇതിലേക്ക് ഇങ്ങനെ പറന്നു പോകുന്ന വഴിക്ക് ബാലൻസ് തെറ്റി ഒന്ന് വീണതാ. ടിക്കറ്റ് എടുത്താണ് പറക്കുന്നത് ബാലൻസ് കൊടുക്കാനായിട്ട്. അയ്യോ അങ്ങനല്ലെന്ന്, ഞാനിവിടെ പറന്നു പോയ വഴിക്ക് എനിക്ക് ബാലൻസ് കിട്ടിയില്ല. ഈ കൊറോണയൊക്കെ അല്ലായിരുന്നു, അപ്പൊ കുറെ നാള് പറക്കാറൊക്കെ ഇങ്ങനെ വീട്ടിൽ ഇരുന്നായിരുന്നു. ഞാൻ മാത്രമല്ല എല്ലാ സൂപ്പർ ഹീറോസും, ഞാനും മായാവി അച്ഛമാന് ഹീമാന് ഞങ്ങൾ ചീട്ടുകളിയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇങ്ങനെ പറന്നു പോകുന്ന വഴിക്ക് എനിക്ക് ബാലൻസ് കിട്ടില്ല. പ്രത്യേകിച്ച് ഇപ്പൊ മാസ്ക് വെച്ചിട്ട് പറക്കുന്നത് കൊണ്ട് അങ്ങോട്ട് ബ്രീത്ത് കിട്ടുന്നില്ല. അങ്ങനെ പറന്നു പോയ വഴിക്ക് എനിക്ക് ബാലൻസ് തെറ്റി അവിടെ ബാക്കിൽ വീണുപോയി. അല്ല ഇവിടെ ഇപ്പൊ വരാൻ കാര്യം എന്താ? അങ്ങോട്ട് ഇവിടെയോ? ഇവിടെ ഇപ്പൊ ഒരു പുതിയൊരു സിനിമ ഉണ്ടല്ലോ, മിന്നൽ മുരളി എന്ന് പറഞ്ഞിട്ട്. ടോവിനോടെ പടം. അപ്പൊ ഞങ്ങൾ സൂപ്പർ ഹീറോസിനെ വെച്ചിട്ടാണല്ലോ ആ സിനിമ. അപ്പൊ അതിന്റെ ഒരു ലോഞ്ചിങ് നടക്കുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നതാ കൊച്ചി. വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കുക സൂപ്പർമാൻ തന്നെയാണ്. സാധാരണ ഈ കേരളത്തിലെ സൂപ്പർമാൻമാരെ കാണാനില്ലല്ലോ. അല്ലല്ല പൊതുവെ ഞാൻ ഈ കേരളത്തിൽ എന്ന് വന്നാലും എനിക്ക് പണിയാ. ഒരേ ഒരു പണി കിട്ടും. ഈ കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ വന്നപ്പോ ഒരു സംഭവം സംഭവിച്ചു. ഒരു ജംഗ്ഷനിൽ ഒരു ബിൽഡിംഗ് നിന്ന് കത്തുക. അപ്പൊ നമ്മളെയൊക്കെ സ്വഭാവം എന്തുവാണ്, എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ രക്ഷിക്കുക എന്നുള്ള സംഭവമല്ലേ. ബിൽഡിംഗ് നിന്ന് കത്തുന്നു. അപ്പൊ ഞാൻ എന്റെ ജീവൻ പണയം വെച്ച് ആ തീയിലോട്ടം കൂടി ചാടി കയറി രണ്ടുപേരെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രണ്ടുപേരെ എടുത്ത് തോളത്തിരുന്നു. ഞാനൊരു 4 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടവരെ താത്തിറക്കി. അടിപൊളിയാ. ഇതിനെന്നെ പട്ടി അടിക്കുന്ന പോലെ അടിച്ച് നാട്ടുകാർ. നാട്ടുകാരുടെ ഒരു വലിയ പ്രശ്നമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരു നന്മ ചെയ്തപ്പോ അയാൾ അങ്ങനെ ചെയ്യേണ്ട കാര്യം. പക്ഷെ എനിക്കത് കിട്ടണം. അല്ല ഞാൻ അറിഞ്ഞില്ല. അവിടെ തീ അണച്ചോണ്ടിരുന്ന 2 ഫയർഫോഴ്സുകാരെയാണ് ഞാൻ പൊക്കി എടുത്തോണ്ട് 4 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ട് വെച്ചത്. എന്നാലൊരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ അടിക്കാൻ പറ്റൂ. കേരളത്തിൽ കൂടെ പറന്നിട്ട് എന്തൊരു എൻജോയ്മെന്റാ ഉള്ളത്. ഉള്ള കുളിമുറിയുടെ മുകളിലൊക്കെ ആസ്പത്രി ഷീറ്റിട്ടില്ലേ? അല്ല ഇവിടെ മൊത്തം കൊറോണയും കാര്യങ്ങളൊക്കെ അല്ലേന്ന്. എനിക്കൊന്നും വേണ്ട. എനിക്ക് എങ്ങനെയെങ്കിലും പറന്ന് പോയാൽ മതി. ഞാൻ നോക്കട്ടെ. കൈക്ക് വേദന. പറക്കാൻ പറ്റുന്നില്ലേ? പറക്കാൻ പറ്റുന്നില്ല. അയ്യോ എന്നാ പിന്നെ ഓട്ടോ പിടിച്ച് പൊയ്ക്കോളൂ.
ഒരു ഓട്ടോ പിടിച്ചെന്ന പൊക്കോ. അതല്ല ഈഗോയാ. ഞങ്ങളെപ്പോലുള്ള സൂപ്പർമാരൊക്കെ ഓട്ടോ വിളിച്ച് പോവാന്ന് പറഞ്ഞാൽ അതൊരു ഈഗോ അടിക്കും. പിന്നെ അത് അതിനും വേഗം ഞാൻ ചാവുന്നതാ നല്ലത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും. എന്തായാലും ഇതൊന്നും ശരിയായി പറക്കാൻ പറ്റുന്ന ദിവസം വരെ ഇവിടെ നിന്നോട്ടെ. വയ്യാത്തോണ്ട് അത്ര വയ്യാത്തോണ്ട് ശരിയാവട്ടെ. എന്ത് ചേട്ടാ? നീ എന്താ ചേട്ടാ അന്യവരത്തിന് വീട്ടിൽ കയറ്റിയിരുത്താനാ? ആണക്കേടാണ്. ആളുകൾ അതൊന്നും പറയും. ചുമ്മാതിരി ചേട്ടാ. ചേട്ടാ ആ സുമതിയുടെ വീട്ടില് ഇവൾ വാങ്ങിച്ച ഒരു വലിയ കാറ് കിടപ്പുണ്ട്. കോമതിയുടെ വീട്ടിൽ അവക്ക് ഒരു വലിയ ആനയുണ്ട്. നമ്മുടെ വീട്ടിൽ എടുത്ത് പറയാൻ വേണ്ടിട്ട് എന്താണുള്ളത്? എന്തെങ്കിലും ഉണ്ടാ? ഒരു സൂപ്പർമാൻ നമ്മുടെ വീട്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞു നമുക്ക് അഭിമാനമല്ലേ? എനിക്കൊരു അന്തസ്സല്ലേന്ന്. ഇവിടെ നിൽക്കുന്നതല്ലേ ബുദ്ധി അല്ലേ? ഇനി ഞാനൊന്ന് പൊങ്ങിക്കോട്ടെ അവളുടെ മുന്നില്. അടിക്കല്ലേ? അടിക്കാനല്ല, വേറൊരു കാര്യം വരാനാണ്. അപ്പൊ 2 ദിവസം ഇവിടെ നിൽക്കാനാണ്. കൈ ശരിയാവുന്ന ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഇവിടെ പറയില്ല. പറക്കം പറ്റിയൊരു പെങ്കൊച്ചുണ്ട്, ഒരു പെണ്ണ് നിൽപ്പുണ്ട്. ഇവിടെ ഷഡ്ഡിട്ട് ഇരിക്കാൻ പറ്റും. നിൽക്കാൻ പറ്റും. ഞങ്ങൾ ഇതിന്റെ മേളിലല്ലേ ഇട്ടേക്കുന്നത്? അല്ല അത് മോശമല്ലേ? ആണോ? ഒരു കയ്യിലെടുത്തോടി, ഒരു ലുങ്കി എടുത്തോടാ. അയ്യോ ഞങ്ങൾ സൂപ്പർമാൻ അങ്ങനെ ലുങ്കി കൊടുക്കത്തില്ല. കൊടുത്തിട്ടും കാര്യമില്ല, മുകളിൽ കൂടെ പറക്കല്ലേ. പക്ഷെ ഇവിടെ തറയല്ലിരിക്കുന്നത്. എന്നാലും ഞങ്ങൾ പറക്കുമ്പോ 4 സൈഡിലൂടെ ലുങ്കി ഇവിടെ വേണമല്ലോ. ഇവിടെ വേണം. കൊണ്ടുപോടി. ഇതെന്താ സാധനം? ഇതെന്താ സാധനം? ഇത് ഞങ്ങൾ ആകെപ്പാടി ഒരു ഡ്രസ്സല്ലേ ഉള്ളൂ. ഇത് കഴുകി ഇടാൻ നേരത്തെ ഇത് കൊടുത്തോണ്ടാ നിൽക്കുന്ന വീട്ടിൽ. പിന്നെ ഇപ്പൊ എന്തിനാ കൊണ്ടുവന്ന? ഇതിപ്പോ കഴുകി നനഞ്ഞതാ, ഉണങ്ങിയില്ല. അപ്പൊ പറക്കുന്ന വഴിക്ക് ഉണക്കൊന്ന് വിചാരിച്ചിട്ട് ബാക്കിൽ കഴുകി ഇട്ടേക്കുന്നതാ. രണ്ട് കാര്യം നടക്കും, പറക്കുകയും ചെയ്തങ്ങ് ഉണങ്ങുകയും ചെയ്യുമല്ലോ. ഇതവിടെ ഒന്ന് കൊടുക്കാം. എന്റെ കൈയൊക്കെ ഒന്ന് ശരിയാക്കി തരാം. ഞാൻ എന്തായാലും ഇവിടെ നിൽക്കല്ലേ. എന്ത് ചെയ്യാം? കൈ തടവി തരാന്ന്. ചേച്ചിക്ക് അതൊരു ബുദ്ധിമുട്ടാവത്തില്ല. ചേച്ചി അല്ലല്ലോ, ചേട്ടനല്ലേ തടവുന്നത്. ശരി, എന്തായാലും ആ ഒരു മനസ്സ് കാണിച്ചിട്ട് സന്തോഷം. ഞാന് ഒരു നിങ്ങൾ ഈ കയ്യിൽ എങ്ങനെ കൊടുക്കുന്നത്? കയ്യിൽ ഞാൻ കാണിച്ചു തരാം. കയ്യിൽ കൊടുക്കേണ്ട രീതി കാണിച്ചു തരാം. ഞാൻ കൊടുത്താൽ മതി. എന്തായാലും എന്തായാലും വളരെ സന്തോഷം കേട്ടോ. ആരാന്ന് പറയാമോ? പഴങ്കഞ്ഞി കുടിച്ച ആരോ? ഇതാരാ? താനാരാ? ഞാനാ? ഞാൻ സൂപ്പർമാൻ. സൂപ്പറാന്ന് താൻ തന്നെ പറഞ്ഞാ മതിയാ. ഞാൻ സൂപ്പറാണ്. 2 ആഴ്ച നിൽക്കുമ്പോ അറിയാം ഞാൻ സൂപ്പറാണെന്ന്. ഏത് സൂപ്പർമാൻ? അതെ കുഞ്ഞാ, ഞാൻ ഇവിടെ പറന്നു പോയ വഴിക്ക് ബാലൻസ് തെറ്റി വീണതാ. അച്ഛൻ്റെ അമ്മയടുത്തും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അത് അപ്പൊ അവര് പറഞ്ഞു പറക്കാറാകുമ്പോ പോയാൽ മതി, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഈ വീട്ടിലെ കൊച്ചാ? ഞാൻ ഈ വീട്ടിലെയാ. ഈ സൂപ്പർ ഹീറോയിലെ സൂപ്പർമാനാ? അതെ അല്ല, അത് തന്നെ. ദൈവമേ, ഞാൻ ആദ്യമായിട്ട് കാണുവാ. എനിക്ക് വയ്യ. അല്ല ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു ഒരു മോളുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഈ വീട്ടിലെ മോള്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് വയ്യ. പിന്നെ ഞാൻ സൂപ്പറൂന്ന് വിളിച്ചോട്ടെ? എന്തോന്ന് സൂപ്പറൂന്ന്? ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സ്റ്റൈലല്ലേ ഇതൊക്കെ. സൂപ്പറുവോ? ശരി ശരി ശരി. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാ ബുദ്ധിമുട്ടാവോ? പറ്റാവുന്നതാണെങ്കിൽ സാധിച്ചു തരാം. അതെ, നമുക്ക് 2 പേർ കൂടി റീൽസ് ചെയ്താലോ? ശരിയാവത്തില്ല. നമുക്ക് ചെയ്യാം. വാ വാ വാ, നമുക്ക് ചെയ്യാം. ഇതൊരു വല്ലാത്ത നോക്കിപ്പിടി. ഒരു കാര്യം ചെയ്യാം, ഇതും കഴിച്ചാലേ. അച്ഛൻ വന്ന് കണ്ടു കഴിഞ്ഞാൽ ആപ്പാട് പണിയാണ്. പെട്ടെന്ന് വാ. ഏതാന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടം. പാട്ട് റീൽസ്. ഇപ്പൊ റീൽസ് കഴിച്ചാൽ 10 മാസം കഴിയുമ്പോ റിലീസ് ആവും. ഞാനിവിടെ തിരിച്ചു നീ കാണരുത്. ഞാൻ തിരിച്ചു ഇറക്കി വിട്ടോളൂ ഇവിടെ നിന്ന്. ഞാൻ ഭയങ്കര ദേശക്കാരനാണ്. ഞാൻ അവക്കുള്ള പച്ചക്കറി മേടിക്കാൻ പോവാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ തിരിച്ചു ഇവിടെ കാണരുത്. ഞാൻ പൊക്കോളാം. പൊക്കോ കുഞ്ഞെ, നിന്റെ അച്ഛൻ ആളാപ്പാട് ചൂടന. അയാൾ മനുഷ്യപ്പെടുത്തി കണ്ണിപ്പറ്റില്ലാത്ത ചോരയാണ്. അതുകൊണ്ട് ഞാൻ അത് വിട്ടേക്കാം. ഞാൻ വിട്ടു. ഇപ്പോഴാണ് എനിക്ക് നടക്കാം. നിന്റെ അച്ഛൻ കയറി വന്നപ്പോഴും ഞാൻ ഇവിടെ ഇറങ്ങി പോകേണ്ടി വരും. നാട്ടുകാരെന്നെ കുറിച്ച് പറയുന്നത് എന്തുവാന്ന്? ഞാനേ ഈ നാട്ടിലെ ഗോതമ്പ് പണിയാ. അയ്യോ, ഇതിനകത്ത് എവിടെ ഇരിക്കുന്ന ഗോതമ്പ് പണി പോയിട്ട് ഞാൻ പോവാണ്. അമ്മ ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അല്ല ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. എനിക്ക് പറ്റത്തില്ല.
പറ്റുമോ? നീ എന്റെ കൊച്ചിന് ആഗ്രഹം കൊടുത്തിട്ട് നിനക്ക് പോവാൻ പറ്റുമോ? എന്തോ ആഗ്രഹം കൊടുത്തെന്ന്? ആ കൊച്ചിന് പ്രേമിച്ച് കല്യാണം കഴിക്കാന്ന് ആഗ്രഹം കൊടുത്തിട്ട് നിനക്ക് ഇവിടെ ഇറങ്ങി പോവാൻ പറ്റുമോ? അയ്യോ, ഒരു റീൽസ് ചെയ്തേ ഉള്ളൂ. ഞാൻ പ്രേമിച്ചെന്നല്ലേ കൊച്ചിനെന്ന് പറയുന്നത്? നീ അവളും കൂടെ റീൽസ് ചെയ്താ? ഞാനേ സൂപ്പർമാനാ. കല്യാണം കഴിച്ച് ഇവിടെ നിങ്ങളെ ഭർത്താവിനെ പോലെ ഡോബർമാനായിട്ട് കിടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നിനക്കറിയാവോ അങ്ങനെ കിടക്കാൻ പറ്റും? ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എന്താ പറയുന്നത്? ഇപ്പൊ അവളെ കല്യാണം കഴിക്കാനാണോ? കല്യാണം കഴിച്ച് ഇവിടെ താമസിക്കണം. കല്യാണം കഴിച്ച് ഈ വീട്ടിൽ താമസിക്കണം. എനിക്കറിയാം 50 പൈസ കുറവുള്ള പെണ്ണാന്നെ എന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണല്ലേ. ഞാനൊരു കാര്യം പറയാം. ഇത് പോട്ടെ, ഞാൻ എന്തെങ്കിലും രീതിയിലുള്ള കല്യാണം കഴിക്കായിരുന്നു. പക്ഷെ ഈ കല്യാണവും കാര്യങ്ങളൊന്നും ഞങ്ങളെപ്പോലുള്ള സൂപ്പർ ഹീറോയ്ക്ക് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കത് പറ്റത്തില്ല. ഇങ്ങനെ ഭൂമി വന്ന് ജീവിക്കാൻ പറ്റത്തില്ല. ആര് പറഞ്ഞു പറ്റത്തില്ലെന്ന്? എടാ നിനക്കറിയാവോ, ഒരു 10 വർഷമായിട്ട് എന്റെ ഭർത്താവ് പോലും അറിയാതെ ഈ പത്തായപ്പുരിക്കകത്ത് ഞാൻ ആരെയാ ഒളിപ്പിച്ചു വച്ചേക്കണേന്ന്? ആരെയാ? ഇറങ്ങി വാ മനുഷ്യ അങ്ങോട്ട്. അച്ചാച്ചനെന്ത് ഇവിടെ? മോനെ, പണ്ട് ഗന്ധർവന്മാര് വന്ന് കാര്യം സാധിച്ചിട്ട് പോകുന്നതിന്റെ കണക്കൊന്നുമല്ല ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ. ഇവളുമാരടുത്ത് ഒരിക്കൽ പെട്ടു പോയതാ മോനെ. അയ്യോ